റെയിൽവേയും മലയാളികളും. റെയിൽവേ വകുപ്പിന് മലയാളികളോട് ഒരു പ്രത്യേക ആദരവ് വേണ്ടതാണ്. കാരണം മലയാളികൾ ഇല്ലാത്ത ഒരു സ്ഥലവും ഇന്ത്യക്കകത്തില്ല, ഒരു സംസ്ഥാനവുമില്ല. ഏത് കേന്ദ്രത്തിൽ ചെന്നാലും അവിടെയൊക്കെ പച്ച പിടിച്ചു നിൽക്കുന്ന മലയാളികളെ കാണും. അപ്പൊ ഈ തിരുവോണമായതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തെയും വകഞ്ഞു മാറ്റി മലയാളികൾ സ്വദേശത്തേക്ക് ഒഴുകും തിരുവോണം കൂടാനായിട്ട്. അത് എല്ലാ റെയിൽവേ മന്ത്രാലയത്തിന് എല്ലാ കാലത്തും അറിയാവുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ റെയിൽവേ മന്ത്രാലയത്തെ വേണമെങ്കിൽ തീരുമാനം എടുക്കുക, എത്ര സ്പെഷ്യൽ ട്രെയിനുകൾ എപ്പോഴൊക്കെ കേരളത്തിലേക്ക് അയക്കണം. അങ്ങനെ കേരളത്തിലേക്ക് അയക്കുന്ന ട്രെയിനുകൾ നിറച്ച് ആൾക്കാരുടെ രജിസ്ട്രേഷൻ കിട്ടും. അതുപോലെ തന്നെ തിരിച്ചും ഈ പോകുന്നവർക്കൊക്കെ തിരിച്ചും അവനവന്റെ പ്രദേശങ്ങളിലേക്ക് എത്തേണ്ടതാണ്, അതുകൊണ്ട് തിരിച്ചും കിട്ടും. പക്ഷെ ഇക്കാര്യത്തിൽ സാധാരണ രീതിയിൽ പ്രത്യേകിച്ചും ഈ അടുത്ത വർഷങ്ങളിൽ നമുക്കറിയാം റെയിൽവേ ഉത്തരവാദിത്തത്തോടുകൂടി ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കാറില്ല. ഇപ്രാവശ്യം തന്നെ അയച്ച സ്പെഷ്യൽ ട്രെയിനുകൾ 3 or 4 മറ്റോ സ്പെഷ്യൽ ട്രെയിനുകളാണ് ആകെ അയച്ചത്. അവയിൽ തന്നെ ഇങ്ങോട്ട് വരാനും ആളില്ലായിരുന്നു, തിരിച്ചു പോകാനും ആളില്ലായിരുന്നു. കാരണം എപ്പോഴാണ് ഇത് യാത്രക്കാർക്ക് ആവശ്യം എന്ന് നോക്കി നേരത്തെ അനൗൺസ് ചെയ്യാതല്ലേ അവർക്ക് അതിനകത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കൂ. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് സമയത്ത് ഈ തീരുമാനം എടുത്തില്ല എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ കഷ്ടപ്പെടാനുള്ളത് മുഴുവൻ കഷ്ടപ്പെട്ടു. റെയിൽവേക്ക് കിട്ടാനുണ്ടായിരുന്ന വരുമാനം കിട്ടിയതുമില്ല. അതാണ് സംഭവിച്ചത്. അപ്പം ആ സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യൻ റെയിൽവേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വകഞ്ഞു നോക്കാം. അതായത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം തൊഴിലുകൾ കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ഏഷ്യയിൽ പ്രത്യേകിച്ചും ഏഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു റെയിൽവേ ഈ അടുത്ത കാലം വരെ. പക്ഷേ 2014 മോദി ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഒരു വിവേക് ദബ്രോയ് റെയിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. ഈ വിവേക് ദബ്രോയ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ വിവേക് ദബ്രോയ് കമ്മിറ്റി പഠനം നടത്തി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? 1, റെയിൽവേ മന്ത്രാലയം ഇല്ലാതെയാക്കുക, റെയിൽവേയെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമാക്കുക. 2, ബജറ്റ് നിർത്തലാക്കുക. റെയിൽവേ ബജറ്റാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ നിർത്തലാക്കുന്നത്. അങ്ങനെ റെയിൽവേ ബജറ്റ് ഇല്ലാതെയായി, റെയിൽവേ മന്ത്രാലയം ഇല്ലാതെയായി, ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിന്റെ ഭാഗമായി തീർന്നു. പിന്നെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും ഇതിനെ സ്വകാര്യവൽക്കരണത്തിന്റെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ പല ഘട്ടങ്ങൾ ആയിട്ട് പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പൈപ്പിൽ നിന്ന് പിടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിന് പോലും ചാർജ് ഈടാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ. ആ നിർദ്ദേശം മുഴുവനും ആ റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് നോക്കി പഠിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കും ചെയ്തു. അതിനെതിരായിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മളൊന്നും പറഞ്ഞാൽ ആരും അത് ഗവനിക്കുക പോലുമില്ല. ഇതുപോലെ അനുഭവത്തിലൂടെ പഠിക്കുന്നവര് ഒത്തുചേർന്ന് നിന്ന് വേണ്ട രീതിയിൽ ആക്ഷൻ എടുത്താൽ മാത്രമേ ഇന്ത്യയിൽ വല്ലതും നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ 20 MP-മാരും മറ്റതുപോലെ ഇപ്പൊ കേരളത്തിൽ നിന്നാണ് 2 മന്ത്രിമാർ കൂടിയുണ്ട്. ഈ മന്ത്രിമാരും MP-മാരും എല്ലാം ഒത്തൊരുമയോടുകൂടി പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണണം എന്ന് ഉദ്ദേശിച്ചാൽ മാത്രമേ ഈ റെയിൽവേക്കാർ, അതായത് റെയിൽവേക്ക് കേരളത്തോട് ആദരം തോന്നേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത്രയധികം മലയാളികളാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ. ഈ റെയിൽവേ തുടങ്ങിയത് 1850-കളിലാണ്. ആ 1800 ബ്രിട്ടീഷ് ഇന്ത്യ പീരീഡിൽ 1853 എനിക്ക് തോന്നുന്നു ആദ്യത്തെ ട്രെയിൻ മഹാരാഷ്ട്ര ടു അതിനടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ഓടിയത്. അപ്പൊ ആ കാലഘട്ടം മുതൽ നമുക്കറിയാം കേരളത്തിൽ എന്ന് ട്രെയിൻ വന്നു അന്ന് മുതൽ മലയാളികൾ ഈ ട്രെയിൻ യാത്ര എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള ഈ റെയിൽവേ വകുപ്പില്ല എങ്കിലും ഉണ്ടല്ലോ, ഒരു വകുപ്പുണ്ട്, ഒരു മന്ത്രാലയം ഇല്ലെങ്കിലും. അപ്പൊ ആ വകുപ്പ് തീർച്ചയായിട്ടും കേരളത്തോട് പ്രത്യേകമായിട്ട് പരിഗണന കാണിക്കേണ്ടതും എപ്പോഴൊക്കെ ഓണം അതുപോലെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുന്ന അവസരത്തിൽ
കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോഴൊക്കെ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അയക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇപ്പോ ഇത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഈ അവസ്ഥ നമ്മൾ കണ്ടു. ട്രെയിനിലെ എത്ര ഞെരുങ്ങി എത്ര കഷ്ടപ്പെട്ടാണ് അത് ഓർക്കുക. കേരളത്തിലെ നിപ്പ വൈറസ് ഒക്കെ പടർന്നു പിടിക്കുന്നോ എന്ന് ഭയമുണ്ട്. മലപ്പുറം ജില്ലയിലെങ്കിലും എല്ലാവരും മാസ്ക് ധരിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് മുട്ടി ഉരുമി പരസ്പരം എന്ന് വെച്ചാൽ ഇഴുകി ചേർന്നത് പോലെയാണ് ട്രെയിൻ നിറച്ച് ആൾക്കാർ കയറി യാത്ര ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. ആ യാത്ര ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട്, അവർ കേരളത്തിലേക്ക് വരുന്നത്, കേരളത്തിലേക്ക് അവർ വരുന്നു എന്ന് മാത്രമല്ല, അവരെവിടെയാണോ അവരുടെ വേതനം, ആ വേതനത്തിന്റെ ഒരു നല്ല ഭാഗവും ഈ കേരളത്തിൽ വന്ന് ചെലവഴിക്കപ്പെടുകയാണ്. അത് കൂടിയാണ് ഈ ഓണത്തിന് ദൂർത്തായിട്ട് ഇവിടെ ചെലവഴിക്കപ്പെടുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ജീവിക്കുന്ന മലയാളികളാണ് ഈ വന്ന് കഷ്ടത അനുഭവിച്ച് തിരിച്ച് യാത്ര ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ ഓർക്കണം. അങ്ങനെ ഓർത്തിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇടവരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പൊ അതോടൊപ്പം ഞാനിപ്പോ ഇവിടെ പറയാൻ അത്യാവശ്യമായിട്ട് ആഗ്രഹിച്ചത്, റെയിൽവേക്ക് ഇപ്പോൾ ആ പറയപ്പെട്ട വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം റെയിൽവേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ ഓരോന്നും റെയിൽവേയെ തളർത്തുന്നതും തകർക്കുന്നതുമാകുന്നു. ആ തകർക്കുന്നതിന്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ്. അതായത് റെയിൽവേ ക്യാൻറ്റീൻ നിർത്തലാക്കി. ഒന്നാന്തരം ഫുഡ് റെയിൽവേയുടെ ക്യാൻറ്റീനിൽ തന്നെ ഉണ്ടാക്കുന്ന, പാൻട്രി കാറിൽ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാന്തരം ഫുഡ് റെയിൽവേ യാത്രയിൽ കഴിച്ച് നല്ല ശീലമുള്ള എനിക്കൊക്കെ അതൊന്നും ഇപ്പൊ കിട്ടാനില്ല. ഇപ്പൊ അതൊക്കെ പുറം കരാർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയതൊക്കെ വാങ്ങിച്ചാണ് ട്രെയിൻ. അതുകൊണ്ട് നമുക്കറിയാം ഇപ്പൊ പലപ്പോഴും യാത്രാമധ്യേ ട്രെയിനിലെ ആഹാരം വാങ്ങിച്ചു കഴിക്കുന്നവർക്ക് ഫുഡ് പോയിസണിങ് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് ഏറ്റവും വലിയ ഒരു തിരിച്ചടി ആ വിവേക് ദബ്രോയ് കമ്മിറ്റിയുടെയും അതുപോലെ ആ കമ്മിറ്റിയെ ഫോളോ ചെയ്ത് റെയിൽവേയിൽ വരുത്തിയ മാറ്റങ്ങളുടെയും ഒരു ബാക്കി പത്രമാണ് ഈ റെയിൽവേ ക്യാൻറ്റീൻ നിർത്തലാക്കി. പുറം കരാർ അനുസരിച്ചാണ് ഇപ്പോൾ ആഹാരം കൊടുക്കുന്നത്. കോസ്റ്റ് ഒത്തിരി വർദ്ധിച്ചു, അതുപോലെ ക്വാളിറ്റി താഴെ പോവുകയും ചെയ്തു. ഒക്കെ പോകട്ടെ, ഈ അടുത്ത നാളിലായിട്ട് ഒരുപാട് റെയിൽ ആക്സിഡൻസ് നമ്മൾ കേൾക്കുകയാണ്. ഒരുപാട് റെയിൽ ആക്സിഡൻസ് കേൾക്കുന്നു എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള, നമുക്ക് അറിയാം ഈ കഴിഞ്ഞ ജൂണിൽ തന്നെ കാഞ്ചൻജംഗ അപകടം ഡാർജിലിംഗില് അത് 9 പേര് മരിച്ചു. അതുപോലെ തന്നെ 41 പേർക്ക് ഇഞ്ചുറി ഉണ്ടായി. അത് ഈ കഴിഞ്ഞ ജൂൺ 17-ാം തീയതിയായിരുന്നു. പക്ഷെ നമ്മൾ അതിനു മുൻപുള്ള ജൂൺ 2, 2023 ജൂൺ 2-ാം തീയതി ഒന്ന് ഓർക്കുക. 296 പേരുടെ മരണത്തിന് ബാലസോർ അപകടം. ആ ബാലസോർ അപകടത്തിൽ 296 പേർ മരിച്ചു. 2000-ലധികം പേർക്കാണ് ഇഞ്ചുറി, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി. ആ രംഗങ്ങളൊന്നും നമുക്ക് മറക്കാറായിട്ടില്ല. അപ്പോൾ ഈ സ്വതന്ത്ര ഇന്ത്യയില് ഈ റെയിൽവേ വകുപ്പ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ഒരു വകുപ്പായിരുന്നു. നമുക്കറിയാം, ആദ്യം റെയിൽ ബജറ്റ് വരും. റെയിൽ ബജറ്റിൽ റെയിലിന് എന്തൊക്കെയാണ്, റെയിൽവേ മേഖലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കും. പാകപ്പിഴകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇന്റർനാഷണൽ സിഗ്നൽ സിസ്റ്റം ഒന്നും ഇന്ത്യയില് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു സമയമെടുക്കും. എങ്കിൽ പോലും റെയിൽ ബജറ്റ് വലിയ ആശ്വാസകരമായ രീതിയിൽ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തിക്കൊണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ഈ വിവേക് ദബ്രോയ് റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാൻറ്റീനൊക്കെ നിർത്തലാക്കി, ബജറ്റ് നിർത്തലാക്കി, റെയിൽവേ വകുപ്പ് നിർത്തലാക്കി, അങ്ങനെ അങ്ങ് പോവുക. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റെയിൽവേയെ ചുരുക്കി 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 കൊണ്ടുവരിക, ഡൗൺ സൈസിങ് റെയിൽവേ. ആ ഡൗൺ സൈസിങ്ങിന്റെ ഫലമായിട്ട് പുതിയ തൊഴിലാളി നിയമനങ്ങൾ നടത്തുന്നില്ല. അങ്ങനെ നിയമനങ്ങൾ നടത്തുന്നില്ല എന്ന് വളരെ കാലമായി റെയിൽവേ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ മുറവിളി കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത ദിവസം, അതായത് നമുക്ക് വേറെ ഒത്തിരി ട്രെയിൻ അപകടങ്ങളുണ്ട് ഈ 2 വർഷക്കാലം കൊണ്ട് തന്നെ നടന്നത്. പക്ഷെ അതൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ചെയർമാനും ഡയറക്ടറുമായിട്ടുള്ള സതീഷ് കുമാർ ഇപ്രാവശ്യം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്തൊക്കെയാണ്? 11,588 പോസ്റ്റുകളാണ് വളരെ പ്രധാനപ്പെട്ട 11,558 വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലോക്കോ പൈലറ്റുകളുടെ സമരമൊക്കെ നമ്മൾ വളരെ ദീർഘകാല സമരമൊക്കെ കണ്ടതാണ്. എന്ത് പറഞ്ഞാണ് അവര് പൈലറ്റുമാര് പണി മുടക്കിയത്? അവർക്ക് വിശ്രമമില്ല. അതായത് ഒരുപാട് മണിക്കൂറുകൾ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയാണ് ആക്സിഡന്റ്സിലേക്കൊക്കെ നയിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വേണ്ടത്ര വേക്കൻസീസ്, ലോക്കോ പൈലറ്റ്സിന്റെ പോസ്റ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു.
ഓവർ വർക്ക് ചെയ്യുന്നു, ഓവർ ടൈം അലവൻസ് പോലും ഇല്ലാതെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഏത് തൊഴിലിലാണെങ്കിലും ഇപ്പോൾ ഒരു KSRTCയുടെ ഡ്രൈവർ ഓവർ ടൈം ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല, അപകടകരമാണ്. അവരുടെ ജീവനല്ല, സാധാരണ യാത്രക്കാരുടെ ജീവനാണ്. അത് തന്നെയാണ് ട്രെയിനിന്റെ കാര്യത്തിൽ സംഭവിക്കുക. അപ്പൊ അങ്ങനെ അതിന്റെ ഏറ്റവും വലിയ ഓഫീസർ തന്നെ പറയുന്ന കണക്കുകൾ കേട്ടാൽ നമ്മൾ അന്തം വിട്ടു. 11,558 പോസ്റ്റുകൾ, അതും വിവിധ കാറ്റഗറികളിലുള്ള പോസ്റ്റുകളാണ്. പോസ്റ്റുകൾ വേറെയും ഉണ്ട്, പക്ഷെ ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ഫില്ല് ചെയ്യേണ്ടതായ പോസ്റ്റുകളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ധാരാളമായിട്ട് റെയിൽവേയിൽ വരുന്നുണ്ട്. അത് ശരിയാണ്. മോദി ഗവൺമെന്റ് മൂലധന നിക്ഷേപം, അതായത് ഇൻഫ്രാസ്ട്രക്ചറിലെ മൂലധന നിക്ഷേപത്തിന് വലിയ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിലെ മൂലധന നിക്ഷേപം വരുന്നത് നല്ലതാണ്. നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നന്നാകും. അങ്ങനെ ഒരുപാട് മെച്ചങ്ങളുണ്ട്. വ്യാവസായികമായ വളർച്ചയുണ്ടാകും. ഏത് തരം വളർച്ചയ്ക്കും അത്യാവശ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ അത് കാരണം ഈ മൂലധന നിക്ഷേപം ഇവിടെ വർദ്ധിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. മിസ്റ്റർ സതീഷ് കുമാർ തന്നെ പറയുന്നു, നമ്പർ ഓഫ് ലോക്കോമോട്ടീവ്സ് ഇൻക്രീസ്ഡ് ഫ്രം 11,739, അതായത് 11,739 നിന്ന് ലോക്കോമോട്ടീവ്സിന്റെ എണ്ണം 2024 ആയപ്പോഴേക്കും 15,564 വർദ്ധിച്ചു. അതായത് 11,739 ലോക്കോമോട്ടീവ്സ് എന്നത് 15,564 ലോക്കോമോട്ടീവ്സ് ആയിട്ട് വർദ്ധിച്ചു 2017 2024 ഇടയ്ക്കുള്ള കാലഘട്ടം കൊണ്ട്. അതുപോലെ അതായത് 59.86% വർധനവാണ് രേഖപ്പെടുത്തിയത് ലോക്കോമോട്ടീവ്സിന്റെ. ഇനി അതുപോലെ തന്നെ നമ്പർ ഓഫ് ലോക്കോ ഷെഡ്സ്, വർക്ക്ഷോപ്സ്, റണ്ണിങ് റൂംസ്, ഇതിലൊക്കെ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര വർധനവുണ്ടാകാത്ത എവിടെയാണ്? ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥരുടെ, അതായത് ലോക്കോ പൈലറ്റ്സിന്റെ നമ്പർ വേണ്ടത്ര വർദ്ധിച്ചിട്ടില്ല. അതുപോലെ ഓരോ മേഖലയിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നമ്പറാണ് വർദ്ധിക്കാതിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്ന് പറയുന്നതാണ് ഈ പറയപ്പെട്ട 11,558 ഒഴിവുകൾ. അദ്ദേഹം തന്നെ പറയുന്നു, ഈ ഒഴിവുകൾ നികത്താത്തത് കൊണ്ടാണ് അടുത്ത കാലത്തായിട്ട് ധാരാളം ബാലസോർ അപകടം 290 പേരാണ് മരിച്ചത്. അതുപോലെ 2,000-ലധികം പേരാണ്, 2,200 പേരോ അതിലധികമോ ആണ് ഹൈലി ഇൻജേർഡ് ആയിട്ട് കിടക്കുന്നത്. അതുപോലെ ഈ അടുത്ത കാലത്തുണ്ടായ കാഞ്ചൻജംഗ ഡാർജിലിംഗ് ജില്ലയിലുണ്ടായ ട്രെയിൻ അപകടം, അതിനകത്തും മരിച്ചവർ 29 പേര് മരിച്ചു, ധാരാളം പേര് ഇൻജേർഡ് ആയി. പിന്നെയും ഉണ്ട് പല ആക്സിഡൻസും. അപ്പൊ അങ്ങനെയുള്ള ഈ ആക്സിഡൻസിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഈ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാത്തതാണ്. ഓവർ വർക്ക് കാരണം കൊണ്ട് തന്നെ പലപ്പോഴും റെയിൽവേയിലെ ഉദ്യോഗസ്ഥർക്ക് കാര്യക്ഷമത പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഈ വളർച്ചയൊക്കെ ഉണ്ടായതോടുകൂടി, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി, അതുപോലെ ലോക്കോമോട്ടീവ്സിന്റെ എണ്ണം വർദ്ധിച്ചു, ട്രെയിനിന്റെ എണ്ണം വർദ്ധിച്ചു, പിന്നെ ട്രാവൽ ഡിസ്റ്റൻസ് വർദ്ധിച്ചു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് റവന്യൂ ഫ്രണ്ടിൽ മാറ്റം ഉണ്ടായി. റെയിൽവേസ് റെക്കോർഡഡ് എ 40% ഇൻക്രീസ് ഇൻ പാസഞ്ചറുകളിൽ നിന്നുള്ള ഏർണിങ്സിലെ 40% വർധനവുണ്ടായി. അതുപോലെ ഗുഡ്സ് ട്രാഫിക്കിംഗ്, അതിന്റെ പേരിൽ 31.4% വർധനവ്. അപ്പം പാസഞ്ചേഴ്സിന്റെ പിന്നെ യാത്രയിലേക്ക് തന്നെ അത് ഒരു പക്ഷെ ഹൈക്കും ഉണ്ടായിരിക്കുമേ. അതിന്റെ റേറ്റ് ഹൈക്ക് ഭയങ്കരമായിട്ട്, റെയിൽവേയുടെ റേറ്റ് ഒക്കെ, പാസഞ്ചർ റേറ്റ് ഒക്കെ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് സാധാരണ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ മാറ്റിയിട്ട് AC കമ്പാർട്ട്മെന്റ്സ് ആക്കി മാറ്റുക. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ സാധാരണ യാത്രക്കാരെ പിഴിയാനുള്ള റെയിൽവേയുടെ തന്ത്രമാണ്. അതൊക്കെ വളരെ മോശമായ, ഹീനമായ തന്ത്രം എന്ന് വേണം പറയാൻ. അതായത് എങ്ങനെയെങ്കിലും അവനവന്റെ ജോലി സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് വിചാരിച്ച് പാവപ്പെട്ട തൊഴിലാളികളെ യാത്ര ചെയ്യുമ്പം ശമ്പളവും കൂലിയും ഒക്കെ തന്നെ ഈ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ വളരെ താഴ്ന്നതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ വലിയ പിടിച്ചുപറിയാണ് ഈ ഹൈക്ക്, അതായത് റെയിൽ ഫെയറിന്റെ ഹൈക്ക് കൊണ്ട് ഉണ്ടാകുന്നത്. അതൊക്കെ ടോളറേറ്റ് ചെയ്തും താരതമ്യേന കുറച്ചും കൂടി ചീപ്പറായിട്ടുള്ള ഒരു മാർഗമാണ് ഇത്, സേഫ് ആയിട്ടുള്ള മാർഗമാണ് ഇത് എന്നൊക്കെ വിചാരിച്ചാണ് ഇതിനകത്ത് തന്നെ ആൾ യാത്ര ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം അങ്ങനെ വരുമാനത്തിൽ 40% വർധനവ് വരുമാനത്തിലുണ്ടായി, പാസഞ്ചർ വരുമാനത്തിലുണ്ടായി. അതുപോലെ തന്നെ നല്ല വർധനവ് പിന്നെ കാർഗോയുടെ, അതായത് ഗുഡ്സ് ട്രെയിനിന്റെ പ്രവർത്തനം വഴിയായിട്ടുണ്ടായി. ഇതൊക്കെ ആയിട്ടും വേണ്ടത്ര അതായത് ഇത് സ്വകാര്യവൽക്കരിക്കണം എന്ന ചിന്തയാണ്
മോദി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിവരയിടപ്പെട്ട ആശയം, പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ വേക്കൻ്റ് ആക്കി ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഈ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവനാണ് എന്ന കാര്യം ഗവൺമെന്റ് മറക്കരുത്. ഇവിടെ നിന്ന് പോകുന്ന MP-മാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ വളരെ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യേണ്ടത് കേരളത്തോട് മര്യാദ പാലിക്കുക. റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേ കോച്ചസ്, അതായത് കൂടുതൽ കോച്ചസ് വിടുക. ഇവിടെ ലൈനൊക്കെ കുറവാണ്, ശരിയാണ്, അതായത് ഡബ്ലിംഗ് ഓഫ് ലൈൻ ഒക്കെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഉള്ള ലൈനിലൂടെ ഓടുന്ന ട്രെയിനിന് കൂടുതൽ കോച്ചസ് ഇട്ടാൽ ഈ വലിയ പ്രതിസന്ധിക്ക് ഒരു പരിധി വരെയെങ്കിലും പരിഹാരമാകും. അങ്ങനെ വേണ്ട രീതിയിൽ ഏതൊക്കെ തരത്തിൽ കേരളത്തോട് സഹകരിക്കാമോ അങ്ങനെ സഹകരിച്ച് കേരളത്തിന്റെ യാത്രാക്ലേശം ലഘൂകരിക്കാനായിട്ട് ഇവിടുത്തെ MP-മാരും മന്ത്രിമാരും, ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്കുള്ള മന്ത്രിമാരും ഒരു മെയ്യായി നിന്ന് ശ്രമിച്ചാൽ മാത്രമേ നടക്കൂ. അങ്ങനെ ശ്രമിച്ചു നടത്തുക അവരുടെ ഉത്തരവാദിത്തമാണ് എന്നവർ ഓർക്കുന്നത് നന്ന്.